ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക, എൻ്റെ പൊണ്ടാട്ടിയുടെ തമിഴ് സീരിയൽ തിരുമാംഗല്യത്തിൻ്റെ പ്രൊമോ വന്നു. അപ്പോൾ അത് ഞങ്ങൾ ഒരുമിച്ച് കാണുന്നതും അതിനെക്കുറിച്ചുള്ള എന്താ പറയുക തിരുമാംഗല്യം എന്താന്ന് പറഞ്ഞു കൊടുക്കാം. തിരുമാംഗല്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളെ എങ്ങനെയാണോ പരിചയപ്പെട്ടത് ആ സീരിയലിൻ്റെ ആ പ്രൊജക്റ്റിൻ്റെ തമിഴ് റീമേക്കാണ് തിരുമാംഗല്യം. അതായത് മിഴി രണ്ടിലുവിൻ്റെ തമിഴ് റീമേക്കാണ് തിരുമാംഗല്യം. സോ ഞങ്ങൾ ആണെങ്കിൽ ഇപ്രാവശ്യം ഈ റീമേക്കിൽ പാചകം ഉണ്ടാവില്ല. യെസ്, സഞ്ജു ആയിട്ട് ഞാനില്ല. പറഞ്ഞു കൊടുക്കൂ. ബിക്കോസ് വേറെന്തോ അല്ല, തമിഴ് പ്രൊജക്റ്റ് ഞാൻ ഓൾറെഡി ഒന്ന് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അതിൻ്റെ ഭാഗമാകാൻ പറ്റിയില്ല. ഞാൻ കുറേ ട്രൈ ചെയ്തായിരുന്നു അത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ആ സഞ്ജു എന്നുള്ള ക്യാരക്ടർ എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്, അത്രയും ക്ലോസ് ടു മൈ ഹാർട്ടാണ്. പക്ഷേ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വേറൊരു തമിഴ് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ വെരി ഹാപ്പി ടു സീ മൈ ബേബി ആസ് ലച്ചു അഗെയിൻ. സോ ലച്ചു മലയാളത്തിൽ തകർത്തു, ഇനി തമിഴിൽ തകർക്കും എന്ന് വിചാരിക്കണം. എല്ലാ ഓഡിയൻസിന് ലച്ചുവിന് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കും. കാരണം മലയാളത്തിൽ എല്ലാവർക്കും ലച്ചുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ലച്ചുവിനെ റീഇൻട്രൊഡ്യൂസ് ചെയ്യാണ് തമിഴിലേക്ക്. ആക്ച്വലി ലച്ചുവിൻ്റെ പവർ എന്ന് പറയുന്നത് സഞ്ജുവിൻ്റെ ഒരു കോമ്പിനേഷനും സഞ്ജുവാണ്. അതൊരു മിസ്സിങ് തന്നെയാണ് എന്ന് എല്ലാവരും ഇതിൻ്റെ താഴെ പറയുകയും ചെയ്യും, ഞങ്ങൾക്കത് അറിയുകയും ചെയ്യാം. പക്ഷേ സ്റ്റിൽ എപ്പോഴും എന്താ പറയുക, ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇൻഷാല്ല ഞങ്ങൾ വേറൊരു പ്രൊജക്റ്റ് സൂൺ ചെയ്യുന്നതായിരിക്കും. ഇൻഷാല്ല. അപ്പം പാച്ചിക്കിന് ഞാൻ പ്രൊമോ കാണിക്കാൻ പോവാണ്. നമുക്ക് ലൈവ് റിയാക്ഷൻ നമുക്ക് പിടിക്കാം. ഓക്കെ, പാച്ചുക്ക സഞ്ജു ആയിട്ടല്ല കാണാൻ പോണേ. ഹീസ് ഗോയിങ് ടു വാച്ച് ദി പ്രൊമോ ആസ് മൈ ഹസ്ബൻഡ്. Okay, we are going to watch the promo together. Go full screen ka. ഇപ്പാട്ടില്ല, അത് കേട്ട് കാണാം. നമ്മളെ ഭാഗ്യമുള്ള ലച്ചുവിൻ്റെ അതേ പരിപാടി തന്നെയാണ്. ഓ, ആ ഷോട്ട് നൈസായിട്ടുണ്ട്. ആ ഫ്ലവർ ഇങ്ങനെ വരുന്ന അനിയൻ ക്യാരക്ടറും നമ്മുടെ ഉണ്ടാപ്രീനെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് വാസ് സോ പെർഫെക്റ്റ് വൺ. ഡ്രീമിങ്. ഓ, അത് നൈസായിട്ടുണ്ട്. അമ്മ ട്രാൻസിഷൻ കൊള്ളാം കേട്ടോ. ഇത് നരേന്ദ്രൻ. ഓ, നമ്മുടെ DNA പാർട്ടിയുണ്ട്. மாப்பிள்ள வந்தாச்சு. ஓ, miss myself being there. So he looks good. ഡ്രീമിങ് പരിപാടി തന്നെയാണ്. Oh, this guy, I mean Swati. Yeah, I am your Rajkumaran. Okay. So പ്രൊമോ കണ്ടു, മാഷാ അല്ലാ, ഇറ്റ് ലുക്സ് സോ ഗുഡ്.
അതായത് എന്താ പറയുക, ഒരു സെയിം ക്യാരക്ടർ തന്നെ റീപ്രൈസ് ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ഈസിയാന്ന് തോന്നുമെങ്കിലും, അതായത് സെയിം സംഭവം ചെയ്തതുകൊണ്ട് സാധനങ്ങളൊക്കെ മനസ്സിലുണ്ടാവുമെങ്കിലും ആ പെർഫെക്ഷൻ അല്ലെങ്കിൽ അത് അത്രക്കും സക്സസ് ആയ ഒരു സാധനമാകുമ്പോൾ അതിനെ റീപ്രൈസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചുള്ളൊരു സാധനമാണ്. ഓക്കെ, സോ പ്രൊമോ കണ്ടപ്പം എനിക്ക് ആ ലച്ചുവിനെ ഭയങ്കര മിസ്സടിച്ചു. ബിക്കോസ് എനിക്ക് ഇവളെ എന്താ പറയുക, ഇവളെ ഞാൻ ഏറ്റവും എനിക്ക് കാണാൻ ഇഷ്ടമുള്ളൊരു കോസ്റ്റ്യൂം ആണ് ആ ലച്ചുവിൻ്റെ കോസ്റ്റ്യൂം. ആ ഹാഫ് സാരി ആണെങ്കിലും ആ ഹെയർ സ്റ്റൈലും ദോസ് കൈൻഡ് ഓഫ് തിങ്സ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് എൻ്റെ. സോ അതിൽ ലച്ചുവിനെ ഒന്നും കൂടി കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഒരു ഗൂസ് ബംസും ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എന്നെ തന്നെ ഭയങ്കര മിസ്സാവുന്നു സഞ്ജു അല്ലാത്തതുകൊണ്ട്. പക്ഷെ ഇവിടെ സഞ്ജു അല്ല, ക്യാരക്ടർ നെയിം വേറെയാണ്, നന്ദു സംതിങ് അങ്ങനെ എന്തോ ആണ്. സോ എനിവേ മാഷാഅല്ലാ, സോ ഗുഡ്, ഡാം ഗുഡ്, ഭയങ്കര നൈസായിട്ടുണ്ട് പ്രൊമോ. അതേപോലെ തന്നെ എന്താ പറയുക, നിങ്ങൾ ലച്ചുവിനെ കണ്ട പോലെ തന്നെ ഇൻഷാല്ലാ നിങ്ങളെല്ലാവരും തമിഴ് ലച്ചുവിനെയും കാണണം. ഇതില് എൻ്റെ പേര് ധനലക്ഷ്മി എന്നാണ്, പക്ഷെ എല്ലാവരും ലച്ചു എന്ന് വിളിക്കും, മറ്റേ അമ്മിനെ വിളിക്കും, അമ്മൂന്ന് വിളിക്കും. ഓക്കെ, തമിഴിൻ്റെതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ചേഞ്ചസ് ഉണ്ട്. കോപ്പി പേസ്റ്റ് അല്ല, ചെറിയ കുറച്ച്, എന്നാലും ഓൾമോസ്റ്റ് എല്ലാം കോൺസെപ്റ്റ് സെയിം ആണ്, പക്ഷെ കോപ്പി പേസ്റ്റ് അല്ല ആ സാധനം. കല്യാണ സീക്വൻസ് ചെയ്തപ്പോൾ, ഐ മീൻ ആ ഡ്രീം സീക്വൻസ് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് മിസ്സടിച്ചു. കാരണം ആ സീക്വൻസിലാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് പാച്ചുക്കനെ ഒഫീഷ്യലി മീറ്റ് ചെയ്തത്. അതിന് മുന്നേ മീറ്റ് ചെയ്തു, പക്ഷെ ഞാൻ അത്രയും മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം പാച്ചുക്കനെ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആ ഡ്രീം സീക്വൻസ് മലയാളത്തിൽ പ്രൊമോ ഷൂട്ട് ചെയ്തപ്പോഴാണ്. അപ്പം ഭയങ്കര വലിയ തുളസി ഹാരമായിരുന്നു, ഭയങ്കര വെയിറ്റ് ആയിരുന്നു. അപ്പം ഞാനെങ്കിലും ഭയങ്കര വെയിറ്റ് ആണത് ആരെയും പിടിച്ച കൊള്ളാന്ന് വിചാരിച്ചെങ്കിലും ഇരിക്കുമ്പോഴത്തേക്കും ഭയങ്കര സ്വീറ്റ് ചോക്ലേറ്റ് പോയി വന്നിട്ടുണ്ട്, ചോദിച്ചു ഇനിതാ ഞാൻ പിടിക്കാമെന്നും പറഞ്ഞിട്ട് ഇംപ്രസ് ചെയ്യിച്ച ഫസ്റ്റ് ഇംപ്രഷനായിരുന്നു അത്. അവിടുന്ന് തുടങ്ങിയതാണ്. അപ്പം ആ സീക്വൻസ് ചെയ്തപ്പോൾ ഭയങ്കര മിസ് ചെയ്തു, എല്ലാം മൊത്തത്തിൽ ഫുൾ മിസ് ചെയ്തു. എന്തായാലും മാഷാഅല്ലാ ഭയങ്കര നൈസ് ആയിട്ടുണ്ട്. ടോട്ടലി പൊള്ളാച്ചിയിലാണ് ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നത്. എത്ര 2 ദിവസം അല്ലേ? 2 ദിവസം. എന്താ പറയുക, ടോട്ടലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നാലും ഭയങ്കര മിസ്സിങ്ങും ആണ്. എനിവേ പൊണ്ടാട്ടിൻ്റെ തമിഴ് എൻട്രി ആണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. മാഷാഅല്ലാ. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാരൊക്കെ അക്സെപ്റ്റ് ചെയ്ത പോലെ തന്നെ തമിഴിലും നല്ലൊരു അടിപൊളി അക്സെപ്റ്റൻസ് തന്നെ കിട്ടുമെന്ന് വിചാരിക്കണ്. പക്ഷെ ആ കെമിസ്ട്രി ഓക്കെ. എനിവേ എപ്പോഴാണ് ലാസ്റ്റ് കെമിസ്ട്രി ഇല്ലാതൊന്നും ഇല്ല കേട്ടോ, ഞാനില്ലാതൊന്നും ഇല്ല മോളെ. കെമിസ്ട്രി ആണ് ഫിസിക്സിന്റെ ഒരു ബയോളജി, അതറിയോ നിനക്ക്? അങ്ങനെ തന്നെ. എന്നിട്ട് പിന്നെ എന്താ പറയാൻ വന്ന്, അപ്പൊ എന്തായാലും ഇൻഷാല്ലാ ഇത് അടിപൊളി ആവട്ടെ, നല്ല സക്സസ് ആവട്ടെ. പൊണ്ടാട്ടിക്ക് ഒരു അടിപൊളി തമിഴ് എൻട്രി കിട്ടട്ടെ. എന്നിട്ട് ഞങ്ങളൊരു കലക്കുന്നുണ്ട് എൻ്റെ കറവേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും കാണാൻ ട്രൈ ചെയ്യണം. സീൻ്റെ നിങ്ങൾ ഓൾറെഡി ചിലപ്പം കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും, അതിൽ തന്നെ ഉണ്ടാവും തമിഴ് വേർഷൻ. യാ, നിങ്ങളെല്ലാവരും കാണണം, തീർച്ചയായിട്ടും കാണണം. നമ്മുടെ ലച്ചുകുട്ടീനെ അതേപോലെ സപ്പോർട്ട് ചെയ്യണം. ഡേറ്റ് ഉടനെ തന്നെ പറയുന്നതായിരിക്കും. ഇപ്പം പ്രൊമോ വന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ടെലികാസ്റ്റ് ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. എന്തായാലും പെട്ടെന്ന് തന്നെ ഉണ്ടാവും, ടൈമും കാര്യങ്ങളൊക്കെ. സ്വാതി ക്യാരക്ടർ ചെയ്യാൻ വൈഷ്ണവി ഇല്ല, ബിക്കോസ് ഷീ ഈസ് ഡൂയിങ് അനദർ പ്രോജക്റ്റ് ഇൻ സീ തമിഴ്. വേറൊരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഓരോരോ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ശരിക്കുള്ള പ്രോജക്റ്റ് വന്നപ്പോൾ ആർക്കൊന്നും ചെയ്യാൻ വയ്യ. അപ്പോൾ അത്ര തന്നെ. നിങ്ങളെല്ലാവരും ഇപ്പം നേരത്തെ ഞങ്ങൾ പറഞ്ഞ പോലെ കാണണം, സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി. ഓക്കെ, അപ്പോൾ വൺസ് അഗൈൻ ഓൾ ദ ബെസ്റ്റ് ടു എൻറ്റയർ തിരുമാംഗല്യം ടീം ആൻഡ് മൈ ഡിയർ പൊണ്ടാട്ടി. நீங்கள் கலக்க போகிறேன், எனக்கு தெரியும். நல்ல என்ன சொல்கிறது, நல்ல அடிப்படையாக செம்மையாக என்ஜாய் பண்ணுங்க உங்கள் ஷூட் எல்லாமே. ஸோ ദാറ്റ്സ് ഇറ്റ്. കഴിഞ്ഞില്ലേ? വേറെ ഷൂട്ട് എക്സ്പീരിയൻസ് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? ഷൂട്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് തമിഴ് ലാംഗ്വേജ് ഒക്കെ?
കോമഡിയാണ്. ഇവർ പറയുന്നതൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിരിക്കുന്നുണ്ട്, പക്ഷെ തിരിച്ച് പറയുമ്പോൾ എനിക്ക് അറിയണില്ല എന്ത് പറയുന്നത്. മൈൻഡിലുണ്ട് പക്ഷെ ഇങ്ങോട്ടേക്ക് വരണില്ല സാർ. ആക്ച്വലി ഇവർക്ക് ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്. അപ്പോൾ തമിഴ് സാറ് പ്രൊഡ്യൂസർ സാറ് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഭയങ്കര കംഫർട്ടബിൾ എന്ന് വെച്ചെങ്കിൽ ഭയങ്കര സപ്പോർട്ടിങ് ആണ്. ഭയങ്കര ലക്കാണ് അങ്ങനത്തെ ഒരു ടീമിനെ കിട്ടുക എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ പ്രൊഡ്യൂസർ സാർ ഫസ്റ്റ് ഇതിൻ്റെ മീറ്റിങ്ങിനൊക്കെ ഞാനാണ് പോയത്. അപ്പോൾ പ്രൊഡ്യൂസർ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ആദ്യമായിട്ട് തനിച്ച് ചെയ്യാൻ പോകില്ല, അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ സാറ് ഭയങ്കര കംഫർട്ടബിൾ ആക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ സാറ് പറഞ്ഞു കുഴപ്പമില്ല, അവൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസി ആകാൻ വേണ്ടിയിട്ട് നമുക്കൊരു മലയാളി അസിസ്റ്റൻറ്റിനെ വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട സാർ, മലയാളി അസിസ്റ്റൻറ്റിനെ വെച്ചാൽ പിന്നെ ഇവിടെ തമിഴ് എപ്പോഴും നമുക്ക് ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഇമ്പ്രൂവ് ആവുള്ളൂ. നമുക്ക് എത്ര അറിയാമെന്ന് പറഞ്ഞാലും നമ്മൾ എത്ര അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊജക്ട്സോ അല്ലെങ്കിൽ സിനിമ സീരിയലൊക്കെ കാണുമെന്ന് പറഞ്ഞാലും തമിഴ് ഏത് ലാംഗ്വേജ് ആണെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോഴാണ് അതിൻ്റെ പ്രാക്ടീസ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഫ്ലുവൻ്റ് ആവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട സാർ, തമിഴ് തന്നെ വെച്ചാൽ മതി. അപ്പോൾ അവരോട് കൂടെ സംസാരിക്കുമെങ്കിലും അവൾ കുറച്ച് ഓക്കെയാണ്. കാരണം ആൾക്ക് അറിയാം, പക്ഷേ ഈ പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ട് ആ ഒരു സ്പീഡോ ഒരു കാര്യങ്ങൾ പെട്ടെന്ന് പറയാനോ പറ്റണില്ല. ടെക്കായി പോകുന്നു. മലയാളമേ വരുള്ളൂ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മിക്സ് ചെയ്തിട്ടേ വരുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട സാർ, തമിഴ് തന്നെ വെച്ചാൽ മതി, അപ്പോൾ അതൊക്കെ പഠിച്ചെടുക്കാമല്ലോ എന്ന് പറഞ്ഞ് വെച്ചതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരത്തിന് മലയാളം പഠിച്ചു തോന്നുന്നു. അത് പിന്നെ നമ്മൾ മല്ലൂസ് അങ്ങനെയാണല്ലോ, എവിടെ പോയാൽ നമ്മൾ മലയാളം പഠിപ്പിക്കുമല്ലോ. ഇംഗ്ലീഷുകാരെ നമ്മൾ മലയാളം പഠിപ്പിക്കും പിന്നെയാണ്. അപ്പോൾ ഓക്കെ, എനിവേ ഇപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേൾക്കാൻ തമിഴൊക്കെ. അപ്പോൾ ലോഞ്ചിൻ്റെ ഒരു സെന്റൻസ് ഉണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് മലയാളത്തിൽ, നടുക്ക് തമിഴ്, എൻഡിങ് ഇംഗ്ലീഷിലാണ്. എന്തായാലും ലോഞ്ചിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പീച്ച് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അതെന്തായാലും ഞാൻ കാണാൻ പോകും ഇൻഷാ അല്ലാഹ്. യാ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സ്നേഹവും അടുത്ത വ്ളോഗിൽ ഞാൻ തമിഴിലേക്കും തകർക്കുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം. വേറെ എന്താ, മീഡിയത്തിൽ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇത് സപ്പോർട്ട് ചെയ്യണം, പ്രതീക്ഷിക്കണം. ഇൻഷാ അല്ലാഹ് അടിപൊളിയാവട്ടെ. എല്ലാവരും കാണാൻ ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഞങ്ങളെ അറിയിക്കണം. എന്തിരുന്നാലും സഞ്ജു വിൽ ബി മിസ്സിങ് മോളേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞില്ല, വേറെ ഒന്നും പറയാനില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.